അല്ല ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ ഇവിടെ ഇറങ്ങുന്ന എല്ലാ സിനിമകളിലെയും റിവ്യൂ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ട് പോകുന്നു. അതാ നിന്റെ വിഷമം അല്ല? എല്ലാവരും ഒരു നെഗറ്റീവ് ആ പടത്തിന്റെ കറക്റ്റീവ് റിവ്യൂ ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങൾ വരാറില്ല. അതൊരു പുതിയ അറിവാണല്ലോ. ആകെ ഒരു അശ്വിൻ ഗോപ്പൊക്കെയാണ് അത്യാവശ്യം 90% എങ്കിലും ഒരു സിനിമയുടെ റിവ്യൂ കറക്റ്റ് ആയിട്ട് പറയുന്നത്. നിനക്കെന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? അതിലും നല്ലത് വല്ല പാണ്ടിലോറിക്കും തലവെക്കുന്നതോ. ഫ്ലാഷ് ബാക്ക്. മാത്യു തോമസിന്റെ ഇതിലുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഒരു സീനിന്റെ അകത്ത് പെർഫോം ചെയ്യുക. അതേ പറഞ്ഞ പ്രിയദർശൻ പടങ്ങളിലെ പോലെ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പക്ഷെ പലരും ഈ പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോയിട്ട് വളരെ വിഷമത്തോടെ ആ പടം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ക്ലിയർ ആയി. അല്ല ഡൗട്ട് അടിച്ച് പണ്ടടങ്ങി പോയനെ. ഈ ഒരു പടം ഇറങ്ങുമ്പോൾ അതിന്റെ കറക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കറക്റ്റ് പൾസ് അറിയണമെങ്കിൽ ആ പടം OTT വെക്കണം. അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് പൊന്മാൻ എന്ന സിനിമ. ആ പടം അക്ഷരാർത്ഥത്തിൽ മലയാളത്തിൽ ഏറ്റവും ബെസ്റ്റ് മൂവീസിൽ ഒന്നാണ്. പിന്നാക്കാണോ? എല്ലാ പടവും ഇഷ്ടപ്പെടുന്ന ഒരാളിൽ ഒരു പടവും ഇതുവരെ വന്നിട്ടില്ല. സുഹൃത്തെ നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മനസ്സിലായല്ലോ. അശുഭോക്കിന്റെ റിവ്യൂ കാണാറുണ്ട്. എനിക്കത് വർക്ക് ആവാറുണ്ട്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ചിലതൊക്കെ എല്ലാമല്ല. അതാ പറഞ്ഞേ ഫസ്റ്റ്. ഇപ്പൊ എന്താ നിന്റെ ചോദ്യം? അല്ല ഇവിടെ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ എന്താണ് കറക്റ്റ് റിവ്യൂ എല്ലാരും പറയാത്തതെന്നാണ് എന്റെ ചോദ്യം. എന്താ ഒരു സിനിമ ഇറങ്ങുമ്പോൾ കറക്റ്റ് റിവ്യൂ ആരും കറക്റ്റ് പറയുന്നില്ല. അത് അവർക്ക് അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവര് പറയാൻ പറ്റുള്ളൂ. ഓരോരാൾക്ക് ഓരോ ബുദ്ധി ആലോചനയല്ലേ. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളെയൊക്കെ ഞാൻ വേറെ എന്താ വിളിക്കാൻ? നീ ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് നീ എന്താ കറക്റ്റ് ആയിട്ട് റിവ്യൂ പറയാത്തെന്ന് വെച്ചാൽ നമുക്കൊരുത്തിനെ പിടിച്ച് അടിക്കാൻ പറ്റുമോ? എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. നീ എന്താ ഞാൻ നിന്നെ വിശ്വസിച്ചുള്ള തെണ്ടി ഞാൻ പടത്തിന് പോയെന്ന് പറയാൻ പറ്റുമോ? നിന്റെ ചോദ്യം ഭയങ്കര അടിസ്ഥാനമായിരുന്നു. എന്റെ പൊന്നു മണ്ടന്മാരെ, ഞാൻ നേരത്തെ അതിനാണ് പറഞ്ഞത്. സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിനക്കിപ്പോ പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചോ, ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല. നീ പറയണോ പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന്. പക്ഷെ ഈ പൊന്മാൻ ഇഷ്ടപ്പെടാത്ത എത്രയോ പേരുണ്ടാവും നമുക്ക്. കണ്ടോ ഇപ്പൊ മനസ്സിലായല്ലോ. പൊന്മാൻ ഇഷ്ടപ്പെടാത്ത എത്രയോ പേരുണ്ടാവും നമുക്ക്. ഉണ്ടാവും. അതാ പറ, അത്രേ ഉള്ളൂ. റിവ്യൂവിന്റെ കേസിലും സിമ്പിൾ. മനസ്സിലായോ? കാരണമുണ്ടോ? റിവ്യൂവിന്റെ കേസിൽ നീ ഒരാളെ വിശ്വസിച്ചിട്ടല്ലോ റിവ്യൂ കണ്ടിട്ടാണോ നീ സിനിമക്ക് പോണേ? ചിലപ്പോ ആയിരിക്കും. എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തേരെ. ഞാൻ പറഞ്ഞതാ സാറേ, അവൻ മറന്നു പോയതായിരിക്കും. നീ എന്നോട് ചോദിക്കുക എന്തുകൊണ്ടാണ് റിവ്യൂസ് കറക്റ്റ് ആയിട്ട് റിവ്യൂ? ഞാൻ റിവ്യൂർ അല്ല. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ.